പക്ഷെ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയോട് മലയാളിക്ക് വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം മലയാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവജ്ഞയോ എതിർപ്പോ ഉണ്ടോ? ഒരു മുസ്ലിം മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിൽ വേണ്ടേ? കുഞ്ഞാലിക്കുട്ടിക്കും ഇപ്പോൾ സാധ്യത പറയുകയാണ്. ഈ പല മുഖ്യമന്ത്രിമാർ ചർച്ചകളിൽ കുഞ്ഞാലിക്കുട്ടിക്കും ഇടം വന്നിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആകണം എന്നാണ് വലിയ ഒരു പക്ഷം ലീഗ് അനുഭാവികളും ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ശരിയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് ചോദിച്ചാൽ അതിനെ എതിർക്കാൻ CPM കഴിയുമോ? കോൺഗ്രസ്സിന് കഴിയും? കഴിയില്ല. കാരണം അവർ മതേതര വക്താക്കൾ എന്ന നിലക്ക് നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നതിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മകളോ കാണിക്കേണ്ടതില്ല. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രിയെ അംഗീകരിക്കാൻ മുസ്ലിം അല്ലാത്ത ആളുകളൊന്നും തയ്യാറില്ല. അത് കുഴപ്പമാണല്ലോ. വല്ല തർക്കമുണ്ടോ? അപ്പൊ അവിടെ ഞാനിപ്പോ CPM കാരനായി കഴിഞ്ഞാലും അവൻ പറഞ്ഞ വേണ്ടെന്ന് പറയുള്ളൂ. അല്ല, ഞാനിപ്പം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരോ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ ഒരു മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ് വരുന്നത് എന്ന് കേൾക്കുമ്പോൾ അയ്യോ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അയ്യോ വേണ്ട അത് കൊള്ളില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു വർഗീയവാദിയല്ലേ? ആണ്. കേരളം വർഗീയമായി മാറിക്കഴിഞ്ഞിരിക്കും. കേരളത്തിലെ ആളുകളൊക്കെ വർഗീയവാദികളാണ് ഇപ്പോൾ. അതാണ് പ്രശ്നം. അത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്താണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ എന്നെ പലരും ചീത്ത പറയുന്നുണ്ടാവും. ആരും ചീത്ത പറയേണ്ടെന്ന കാര്യം? ഓരോരുത്തരോട് നിങ്ങൾ സംസാരിക്കും, ആളുകൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ ആയിരുന്നു കേരളം എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശരിക്കും. അന്ന് അങ്ങനെ ആരും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ചർച്ചകൾ നടക്കുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കോൺഗ്രസിനകത്ത് 3 മുഖ്യമന്ത്രിമാരെ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രിമാർ 3 പേരും നായർ സമുദായത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നായർ മുഖ്യമന്ത്രി എന്നാണ്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ എത്ര കാലമായി നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ട്? KK നായരിന് ശേഷം പിന്നീട് നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നായന്മാർ ചോദിക്കുന്നത്. ശരിക്കും ബാക്കി നോക്കിയപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ ഈഴവരാണ് എന്ന് പറയുന്നു. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു, EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, അദ്ദേഹം നായരല്ലേ? അപ്പോൾ തിരിച്ചെന്നോട് ചോദിക്കുന്നത്, നായനാരെ ആരാണ് നായരായിട്ട് കണ്ടിട്ടുള്ളത്? ആ കാഴ്ചയിലാണ് പ്രസക്തിയുള്ളത്. നായനാരെ ആരും എന്ത് ചെയ്യുന്നില്ല, നായരായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ശേഷി പക്ഷേ EK നായനാർക്കുണ്ട് എന്നുള്ളതാണ്. ആ മതേതരത്വ സ്വഭാവം പുലർത്താനായിട്ടുള്ള ഒരു കഴിവ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അക്കാലത്തെ മനുഷ്യർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് അവരാരും ഇയാൾ ഏത് നായരാണ് എന്ന് അന്വേഷിക്കാതിരുന്നിരുന്നത്. അങ്ങനത്തെ കേരളം നമുക്കുണ്ടായിരുന്നു. ആ കേരളം നഷ്ടപ്പെട്ടു പോയി. VS അച്യുതാനന്ദൻ പോലും വരുമ്പോൾ അദ്ദേഹം ഈഴവനല്ല എന്ന് പറയാനായിട്ട് ആളുകൾക്ക് തോന്നുമായിരുന്നില്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗ് അതൊരു പ്രശ്നമല്ലേ? കാരണം VSനെ അങ്ങനെ എന്തിനാ ഈഴവനാക്കണം? ഈഴവനേക്കാൾ അതീതമായി നിൽക്കുന്ന ഒരു VS ആണ് നമ്മൾ എപ്പോഴും VS എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ആ VSനെ പോലും ആളുകൾ ഈ ഈഴവ കളത്തിൽ നിർത്തുകയാണ് ചെയ്തത്. നായനാർക്ക് പക്ഷേ ഒരു ഭാഗ്യമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ അങ്ങനെ കണ്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ കാണാത്തൊരു സമൂഹമാണെങ്കിൽ മാത്രമാണ് ആ സമൂഹത്തിൽ ആര് വരുന്നു എന്ന് ചോദിക്കാത്തത്. നമ്മുടെ സമൂഹം മാറിപ്പോയി. അതുകൊണ്ട് അവർ ചോദിക്കും, ആരാ നമ്മുടെ മുഖ്യമന്ത്രി? നായരോ ഈഴവനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലേ മുസ്ലിമോ? ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതല്ലാണ്ട് വേറെ ഒരുപാട് ജാതികളുണ്ട് കേരളത്തിൽ. അവരാരെങ്കിലും മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. അല്ല, നമ്മളെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വനവാസി സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ സിറ്റിസൺ. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് OBC കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുസ്ലിം ആകണം എന്ന് പറയുന്ന ആഗ്രഹം ലീഗ് അനുഭാവികൾക്ക് ഇടയിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് UDFനുള്ളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള
അല്ലെ അധികാരമില്ല, സംസ്ഥാനത്തിൻ്റെ അധികാരമില്ല. അത് മാത്രമല്ല UDF-ൽ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ലീഗിന് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ചർച്ചകൾ പോലും ഇപ്പം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് UDF-നാണ് മേൽക്കൈയെങ്കിൽ, അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചർച്ചകൾ ലീഗിലേക്ക് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന ഒരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ചർച്ചകൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷേ ഈ ചർച്ചകൾ റിസൾട്ടായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നമ്മൾ അധികം ദൂരം പോകേണ്ട ആവശ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊച്ചി ആരായിരിക്കും എന്നാൽ ലത്തീൻ കത്തോലിക്ക സഭ പറയുന്നുണ്ടല്ലോ, അവിടെയാണല്ലോ പ്രശ്നങ്ങൾ കിടക്കുന്നത് അല്ലേ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അത് അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരും. ഇപ്പോൾ മുസ്ലിം ലീഗിന് 22 സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, UDF-ന് അധികാരവും കിട്ടിക്കഴിഞ്ഞാൽ, ആ മുന്നണിയിൽ ഏറ്റവും പ്രബലമായ ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരിക്കും. അപ്പോൾ മുസ്ലിം ലീഗ് പറയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നവർ പറഞ്ഞു എന്ന് വിചാരിക്കുക. കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണം? UDF അധികാരത്തിൽ നിന്ന് പുറത്തേക്കൊണ്ട് വരും അല്ലേ? പക്ഷെ അങ്ങനെ പറയില്ല. അങ്ങനെ പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നാൽ മതി എന്ന് ലീഗ് വേണമെങ്കിൽ പറയും. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചയിൽ മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ നിങ്ങളതെങ്ങനെ വായിക്കണം? അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഉപമുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കാം. ഉപമുഖ്യമന്ത്രി ഈ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു വകുപ്പില്ലല്ലോ ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അത് വേണേ ഉണ്ടാക്കല്ലോ. ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കണം, അവിടെ ഉപമുഖ്യമന്ത്രി ഇല്ലേ? അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നാലെന്താ കുഴപ്പം എന്ന് ചോദിക്കാമല്ലോ. ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ ആക്കുകയും ചെയ്യാം. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നതും ആവശ്യപ്പെടാം. എന്തായാലും VD സതീശൻ പറഞ്ഞത് ഒരു പുതിയ ന്യൂ കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് കൊണ്ടുവരുന്നുള്ളതാണ്. ന്യൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ വരണമെന്നുള്ള ആവശ്യം ഭയങ്കര ശക്തമായിട്ട് ഉയരുകയാണ്. ആ പേരുകൾ പോകുന്നത് കുഞ്ഞാലിക്കുട്ടിയിലേക്കാണ്. കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ കുറച്ചും കൂടി മാന്യവും ഇപ്പം ഈ കാണുന്ന പോലുള്ള അടിപിടി ബഹളങ്ങളൊന്നും ഇല്ലാതെ 5 വർഷം സമാധാനപരമായിട്ട് തികയ്ക്കാൻ സാധിക്കും എന്ന ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ തന്നെയാണോ? മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് ഭരണം പോകുമോ? മുസ്ലിം മുഖ്യമന്ത്രി വരാതിരിക്കുന്നത് കൊണ്ടാണോ ഇവിടെ അടിയുണ്ടാവുന്നത്? അല്ലല്ല. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഇവിടെ അടിയുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൽ അധികാര തർക്കം മൂക്കുന്ന സമയത്ത് അവർ അടിയുണ്ടാക്കും. കോൺഗ്രസിൽ അധികാര തർക്കം മൂക്കുന്ന സമയത്ത് അടിയുണ്ടാക്കുമ്പോൾ ആ അടി ഇല്ലാതാകണമെങ്കിൽ കോൺഗ്രസ് തന്നെ അധികാരം മുസ്ലിം ലീഗിന് കൊടുത്താൽ മതിയോ എന്ന് പറയുന്ന ചോദ്യമാണല്ലോ ഗൗതം ചോദിച്ചത്. വേറൊരു രീതി, അതെങ്ങനെ ശരിയാണ്? UDF അധികാരത്തിൽ വന്നാൽ അതേ നയിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് തന്നെ മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് മുഖ്യമന്ത്രിയാവുമ്പോൾ ലീഗിന് എന്ത് ചെയ്യാം? ആഭ്യന്തരമന്ത്രി പദം ചോദിക്കാം, ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാം. അതൊക്കെ പോസിബിളായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സ്പീക്കറെ ചോദിക്കാം. അങ്ങനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകൾ ചോദിക്കും. മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ ലീഗിന് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എൻ്റെ അർത്ഥം. കാരണം ഏത് മുന്നണിയിലും പ്രബലമായ പാർട്ടി ഏതാണോ ആ പാർട്ടിയാണ് മുഖ്യമന്ത്രിയായിട്ട് നമുക്ക്. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്ന് വെച്ചുകൊണ്ട് ബീഹാറിലുണ്ടായി. ബീഹാറിൽ BJP നിതീഷ് കുമാറിൻ്റെ പാർട്ടിയേക്കാൾ പ്രബലമായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ ഇല്ലെങ്കിൽ അധികാരത്തിൽ വരാനായിട്ട് വഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് അവർ മത്സരിച്ചത്. ജയിച്ചു. മുഖ്യമന്ത്രിയെ കുറച്ച് സമയത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു വിട്ടു. എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം അവരെ ഏറ്റെടുത്തു. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ കിടക്കുന്നു. കേരളം അതൊന്നുമല്ല. കേരളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഷെനാരിയോയിൽ നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ്സിൽ ആര് എന്നുള്ളതിനാണ് തർക്കമുള്ളത്. ആ തർക്കം അവർക്ക് അവകാശപ്പെട്ട തർക്കമാണ്. അവർ തർക്കിച്ചുകൊണ്ടിരിക്കും. അതിൽ അവസാനം ഒരു തീരുമാനം ഉണ്ടാവും, ഒരാൾ മുഖ്യമന്ത്രിയാവും. അതല്ലാതെ മുസ്ലിം ലീഗ് പറയുന്നവരെ ഈ തർക്കം ഒഴിവാക്കാനായിട്ട്
ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദം തരൂ എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല, ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് തർക്കം ഒഴിവാക്കാനായിട്ടല്ല. അങ്ങനെ ഒരാൾ നേതൃസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാന്യതയോടുകൂടി തർക്കങ്ങളൊന്നും ഇല്ലാതെ പോകുമോ എന്നുള്ളതാണ്. അല്ല, അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അദ്ദേഹം മാന്യനാണ്. കുഞ്ഞാലിക്കുട്ടി വളരെ മാന്യനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം വരുന്ന സമയത്ത് ഒരു തർക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്, വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് മാന്യന്മാരല്ലെന്നല്ലേ? എൻ്റെ അങ്ങനെയാണുള്ളത് വായിക്കാൻ പോകുന്നത്. അല്ല, യു ഡി എഫിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ആ ഡോമിനേറ്റിംഗ് പവറിന് എല്ലാവരെയും നിലക്ക് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. മുന്നണികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡോമിനേറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ പോലും അത് ഏത് സമയത്തും വെല്ലുവിളിക്കപ്പെടാവുന്ന ഡോമിനേറ്റിംഗ് പവറായിരിക്കും. അത് മുന്നണിയുടെ ഒരു സവിശേഷത. ഈ സി പി എം അതുപോലെ തന്നെ CPI ഒക്കെ അടങ്ങുന്ന മുന്നണി എന്തുകൊണ്ട് സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സി പി എം കുറേ കൂടി വലിയ ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വലിയ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ചെറിയ പാർട്ടികൾക്ക് അങ്ങനെ വെല്ലുവിളിക്കാനായിട്ടുള്ള കഴിവുണ്ടാവില്ല. ഇപ്പോൾ CPI ഇടക്കിടക്ക് വെല്ലുവിളിക്കും, ശബ്ദങ്ങളിൽ മാത്രമാണ് ആ വെല്ലുവിളി, അല്ലാണ്ട് പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. കാരണം അവരുടെ ശക്തിയെക്കുറിച്ചറിയാം. CPM-ആയിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അവരുടെ ശക്തി വളരെ ചെറുതാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. അതിനകത്തുള്ള മറ്റ് ഘടകകക്ഷികളുടെ സ്ഥിതിയും അത് തന്നെയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ ശക്തരാണ് തങ്ങൾക്ക് തോന്നാം, പക്ഷേ ദേ ആർ ലിമിറ്റഡ്. അവർ വളരെ പരിമിതമായി നിൽക്കുന്ന ആളാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിനെ തപ്പിയാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് അഖില കേരള അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയെ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയില്ല. അത് ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത് മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നില്ല. മുസ്ലിങ്ങളിലും അങ്ങനെ മുസ്ലിങ്ങളിൽ സ്വാധീനമുള്ളത് ആണല്ലോ അതിനെ നിലനിർത്തുന്നത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത്, നിങ്ങൾക്കറിയില്ലേ ആരാണ് UDF വോട്ട് ചെയ്യുന്നത്, അത് വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, UDF യഥാർത്ഥ ഡോമിനേറ്റിംഗ് പവർ ആരാണ്? അല്ല, അത് ഞാൻ ചോദിക്കുന്നത് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഇരുന്ന് സംസാരിക്കാൻ. അപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, നിങ്ങളാണ് വലുത് അത് ഞങ്ങളാണ് വലുതെന്ന് ചോദിച്ചാൽ ആര് പറയും? മുസ്ലിം ലീഗ് രണ്ടുപേരും ചോദിച്ചോട്ടെ, ആരാ വലുതെന്ന് ചോദിച്ചാൽ ഞങ്ങളാണ് വലുതെന്ന് മുസ്ലിം ലീഗ് പറയും. പറയാൻ പറ്റുമോ? പറ്റില്ല. അതിൽ ഡോമിനേറ്റിംഗ് പാർട്ടി നമുക്കറിയാം. അല്ല, പക്ഷെ അതിനെ അടിത്തട്ടിൽ താങ്ങി നിർത്തുന്നത് ആരാണ്? അല്ല, അതൊക്കെ ശരിയാണെങ്കിൽ പോലും തത്വത്തിൽ അവർക്ക് കോൺഗ്രസിന്റെ മേധാവിത്വം അംഗീകരിക്കണമല്ലോ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ് സത്യത്തിൽ. മറ്റു പല സ്ഥലത്തൊക്കെ ഉണ്ട് ചെറിയ ശകലങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗിന് ഇതേപോലെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, അതില്ലല്ലോ. ആ സ്വാധീനം എന്ന് പറയുന്നത് മലപ്പുറത്ത് മാത്രമല്ലേ ഉള്ളൂ. മലപ്പുറത്ത് മാത്രമുള്ള ഈ സ്വാധീനം കൊണ്ട് അവർക്ക് കോൺഗ്രസിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയില്ല. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം രാഷ്ട്രീയമായിരിക്കും കേരളം ഭരിക്കുക തുടങ്ങിയ രീതിയിൽ ഒരു സമയത്ത് ചർച്ചകൾ. അതിന്റെ കാരണം ഇത് തന്നെയാണല്ലോ. അതിന്റെ സാധ്യതകളുണ്ടല്ലോ. കാരണം വെച്ചാൽ മുന്നണിയാണ്. മുന്നണിയിൽ ഏത് സമയത്തും കലാപം സൃഷ്ടിക്കാനായിട്ട് കഴിയും മുന്നണിയിലെ ഘടകകക്ഷികൾക്ക്. ഈ മുസ്ലിം രാഷ്ട്രീയം ആ രീതിയിൽ സ്വാധീനം ചെലുത്തിയാൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമാണെങ്കിൽ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സമുദായ രാഷ്ട്രീയത്തെ കേരളം അങ്ങനെ സ്വീകരിക്കുന്നില്ല. സമുദായ രാഷ്ട്രീയത്തെ സ്വീകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് NSS ഉണ്ടാക്കിയ പാർട്ടിക്ക് വളരാൻ പറ്റാതെ, SNDP ഉണ്ടാക്കിയ പാർട്ടിക്കും വളരാൻ പറ്റാതെ പോയത്. കത്തോലിക്ക സഭയ്ക്ക് പാർട്ടി ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ആദ്യം മുതൽ വളർന്നതുകൊണ്ടും മുസ്ലിങ്ങൾ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ജീവിക്കുന്നതുകൊണ്ടും മാത്രം നടക്കുന്ന ഒരു മാജിക്കാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയും. മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ഉള്ള ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് NSS-നും SNDP-ക്കും അവരുടെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയാൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതുപോലെയുള്ള സ്വാധീനം ചെലുത്താൻ പറ്റില്ല കേരള രാഷ്ട്രീയത്തിൽ. കാരണം അവർ ഇങ്ങനെ പരന്നു കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും. മുസ്ലിമിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് മലപ്പുറം തന്നെയാണ്. അവരെല്ലാവരും കൂടി അവിടെ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഒരു ഏകീകരണമുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായിരിക്കുന്ന സമയത്ത് സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും.
അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു സ്ഥലത്ത് സീറ്റിൽ അവർ ജയിക്കണമെങ്കിൽ എന്താണ് കോൺഗ്രസിൻ്റെയോ മറ്റാരുടെയും സഹായം വേണ്ടി വരും. അപ്പോൾ അവരുടെ സ്വാധീനം അവിടെ ഇല്ലാതാവും. ഇപ്പോൾ സമുദായ സ്വാധീനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ നടത്താനായിട്ട് കഴിയുന്നത് അവർ കേന്ദ്രീകരിച്ചൊരു പ്രദേശത്ത് ജീവിക്കുന്നു, വളരുന്നു, അതിജീവിക്കുന്നു എന്നുള്ളതാണ്. നായന്മാർക്കോ ഈഴവന്മാർക്കോ അത് കഴിയാതെ പോകുന്നത് അവർക്ക് അതേപോലെയുള്ള ഒരു കേന്ദ്രീകൃത സ്വഭാവം ഇല്ല എന്നുള്ളത് മാത്രം. ഹിന്ദുക്കൾക്ക് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇപ്പം ജമാഅത്തിയുടെ സ്വാധീനം പോലും UDF ഉണ്ടല്ലോ. അവരുടെ പിന്തുണ, പരസ്യ പിന്തുണയാണ് ലഭിച്ചത്. അതിന്റെ പേരിൽ VD സതീശനൊക്കെ ഇപ്പോഴും പലതരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മതേതര രാഷ്ട്രീയം നിലനിർത്തുകയും മതമൗലികവാദികളെ കൂടെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഏർപ്പാടല്ല. അതിനകത്ത് സംഘർഷം നിലനിൽക്കും. അതുകൊണ്ട് വിമർശനം നേരിടേണ്ടി വരും. അത് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായ മലയാളി എങ്ങനെ റിയാക്ട് ചെയ്യും? അല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും? രാഷ്ട്രീയമായിട്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ അതിനെ എതിർക്കാൻ കേരളത്തിന് പറ്റില്ല. കാരണം UDF ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കി. അതിനെ എതിർക്കണം. കേരളത്തിൻ്റെ മാൻഡേറ്റ് ആണോ? ശരി. അല്ല, എതിർക്കണമെങ്കിൽ ഈ വർഗീയത കൊണ്ട് മാത്രമേ എതിർക്കാൻ വർഗീയത മാത്രമേ ഉപയോഗിക്കുള്ളൂ. കുഞ്ഞാലിക്കുട്ടി ആവുന്നുണ്ടെങ്കിൽ അല്ലേ? മനസ്സിലായി. വർഗീയത എടുത്താൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മുഖ്യമന്ത്രി ആകാനായിട്ട് പറ്റില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവാം.